വെൽക്കം ടു ആർ കെ ക്ലാസ്സസ്. ഐ എം ആദിത്യ, യുവർ ഇംഗ്ലീഷ് പഠി. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഗ്രാമർ? മിസ് എനിക്ക് എപ്പോഴും മാർക്ക് പോകുന്നത് ഗ്രാമർ പോർഷൻസിലാണ്. അപ്പൊ നമ്മളിനി ഗ്രാമർ അല്ലെങ്കിൽ ഗ്രാമർ പോർഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് നമ്മൾ കാര്യമായിട്ട് അറിയേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കണം അല്ലെ. ഏകദേശം ഏതൊക്കെ മാർക്കിനാണ് അല്ലെങ്കിൽ എത്രയൊക്കെ മാർക്കിനാണ് ഓരോ ഗ്രാമർ പോർഷൻസും ചോദിക്കുക എന്നുള്ളത് നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് മിസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഗ്രാമർ ടോപ്പിക്സ് എന്നുള്ളത് പറഞ്ഞുതരും. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഏതാണ് ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് എന്ത് ചെയ്യും, ഗ്രാമർ പോർഷൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്തൊക്കെ ഗ്രാമർ പോർഷൻസ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, കാരണം ഇതൊക്കെ തന്നെയായിരുന്നു നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിലും എന്തുണ്ടായിരുന്നത്, പഠിക്കാനുണ്ടായിരുന്നത്. സോ എന്തൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് നമുക്ക് SSLC ഇംഗ്ലീഷിൽ എക്സാമിനേഷൻ പേപ്പറിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, എഡിറ്റിംഗ് എന്നുള്ളത്. ഈ എഡിറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ, എന്തായാലും എഡിറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടിയിട്ട് പറ്റും. 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എഡിറ്റിംഗ് ചോദിക്കാറുണ്ട്. അപ്പൊ എഡിറ്റിംഗിൽ വരെ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ചിലപ്പോൾ എഡിറ്റിംഗിൽ ടെൻസസുകൾ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ എഡിറ്റിംഗിൽ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെൻസസ് എന്നുള്ളത്. ടെൻസസ് വരാം, ഇനിയിപ്പോൾ കൺജങ്ഷൻസ് വരാം, എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന വേർഡ്സുകൾ തെറ്റിച്ച് തരാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ്, ഇതൊക്കെ എഡിറ്റിംഗിൽ വരാം. എഡിറ്റിംഗിൽ അധികം വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. സോറി, ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സും 5 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, അധികം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രേസൽ വെർബ്സ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രേസൽ വെർബ്സ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അതിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നമ്മൾ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഫ്രേസൽ വെർബ്സ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അടുത്തതാണ് പ്രിപ്പോസിഷൻസ്. ഈ പ്രിപ്പോസിഷൻസ് അതുപോലെ തന്നെ ഇഡിയംസ്, കൺജങ്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് തരാം. എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ തരും, ബ്രാക്കറ്റിൽ തന്നിട്ട് അത് എടുത്തിട്ട് അതിൽ കറക്റ്റ് ചെയ്താന്നുള്ളത് എഴുതാനാണ് പറയാം. എഡിറ്റിംഗ് 2 ടൈപ്പ് തരാറുണ്ട്. ഒന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയും തരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് തരും ഇത് തെറ്റാണ് എന്നുള്ളത്. ചിലപ്പോൾ ഒന്നുമില്ലാണ്ട് തരാറുണ്ട്. ഒന്നുമില്ലാണ്ട് തരുന്നത് അത്ര കോമൺ അല്ല, +2 +1 ലെവലിലൊക്കെ അങ്ങനെ തരാറുള്ളത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് തരാറുണ്ട്, അത് നമ്മൾ സ്വയം കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലും എന്ത് ചെയ്യാറുണ്ട്, എഡിറ്റിംഗ് ചോദിക്കാറുണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. 2 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഗ്രാമറാണ്. അടുത്തൊന്നാണ് കോൺവേഴ്സേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഈ കോൺവേഴ്സേഷൻ കംപ്ലീഷൻ ഏകദേശം 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഈ കോൺവേഴ്സേഷൻ കംപ്ലീഷൻ്റെ ഉള്ളിൽ തന്നെ കുട്ടി കുട്ടി ഗ്രാമർ പോർഷൻസ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ്സ് വരുന്നുണ്ട്, ഇഫ് ക്ലോസ് വരുന്നുണ്ട്, ഹാഡ് ബെറ്റർ വരുന്നുണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ടാവില്ലേ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്സ് ഓഫ് സെൻറ്റൻസസുകൾ ഉണ്ട് അല്ലേ. ഇതൊക്കെ കോൺവേഴ്സേഷൻ കംപ്ലീഷൻ എന്നുള്ള ക്വസ്റ്റ്യനിൽ മാറി മാറി വരാറുണ്ട്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചിലപ്പോൾ വൊക്കാബുലറി ബേസ്ഡ് വരാറുണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വരാറുണ്ട്. ഇപ്പം പുതിയതായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ സിലബസിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ശൈലികൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഫ്രേസസുകളൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് വേർഡ്, ഈ ബട്ട്, ആൻഡ് പോലെയൊക്കെയുള്ള വേർഡ്സ് കറക്റ്റ് ഏതാന്ന് സ്യൂട്ട് ചെയ്ത് ഏതാന്നുള്ളത് എടുത്ത് എഴുതാൻ വരാറുണ്ട്. വൊക്കാബുലറി, ടെൻസസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ത് ചെയ്യാറുണ്ട്, പോയം ബേസ്ഡ് ആയിട്ടാണെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഈ സിലബസ് മാറിയിട്ട് ഏകദേശം 1 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ടാവാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കോസി ഡിവൈസസുകൾ ഏകദേശം കൺജങ്ഷൻസ് തന്നെയാണ്, അതുപോലെ തന്നെ ഓക്സിലറി വേർബ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം, ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാമർ പോർഷൻസിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ, 4, 5 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10-20 മാർക്കിനോളം എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് എക്സാമിന് ഇപ്പോൾ SSLCയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രാമർ പോർഷൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാമർ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താവും, ഉറപ്പായിട്ടും
നമ്മുടെ A+ നഷ്ടമാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളത്, ഏത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ ഗ്രാമർ പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറൽ ആയിട്ട് ആക്റ്റീവും പാസീവും ഒക്കെ വേണമെങ്കിൽ, ഇതിലില്ലാത്തത് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം കേട്ടോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും ആൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ടോപ്പിക് ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇനി ഗ്രാമർ പോർഷൻസിൻ്റെ വീഡിയോസ് തരുന്നുണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴും ലൈവിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ് ഗ്രാമർ കാരനാണ് ഞങ്ങൾക്ക് മാർക്ക് കുറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഗ്രാമർ കൂടെ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴേ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗ്രാമറും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം. ലവ് യു ഓൾ. ബൈ.